ഹലോ ഗൈസ്, ഈ അനാമിക അനിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അനാമികയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. മോളെ, എന്താ ഒരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല അച്ഛാ, അത് വെറുതെ. എന്റെ മോൾക്ക് എന്താ പറ്റിയത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനോട് പറ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് അനിയൻ നഷ്ടമാവോന്നൊരു പേടി. അങ്ങനെയൊക്കെ ആരാ പറഞ്ഞത്? അനി മോൾക്കുള്ളതാ. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനി നിന്നെ സ്നേഹിച്ചു തുടങ്ങും. ഇപ്പൊ അവന് കുറെ മാറ്റം ഉണ്ടെന്നല്ലേ മോള് പറഞ്ഞത്? അച്ഛാ, അന്ന് നന്ദുവിന്റെ ചേച്ചി അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞതിന് ശേഷം ഇവൻ ഇങ്ങനെ ഒരു മാറ്റം ഞാൻ കണ്ടത്. ഇനി അതവര് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണോന്നെന്ന് എനിക്കറിയില്ല. മോളെ, ഇതിനൊക്കെ കാരണം ആ പെണ്ണ നന്ദു. അവളുടെ പ്രസൻസ് ഇല്ലായിരുന്നെങ്കിൽ അനി മോളെ സ്നേഹിക്കാതിരിക്കില്ല ഒരിക്കലും. അച്ഛാ, എനിക്ക് അനിയെ കിട്ടിയേ പറ്റൂ. അനി എന്റെ ജീവിതത്തിലില്ലെങ്കിൽ പിന്നെ ഞാനുമില്ല. മോളെ, അബദ്ധത്തിൽ പോലും അങ്ങനെയൊന്നും പറയാതെ. ഇതിനി ഒരു വഴിയെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. എന്താ അച്ഛാ, അനിയെ കിട്ടാൻ അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. മോളെ, നീ ആദ്യം ചെയ്യേണ്ടത് അനിയുടെ അമ്മയൊന്ന് പോയി കാണണം. കണ്ടിട്ട് നീ ചിലതൊക്കെ അവരോട് പറയണം. എന്താച്ചാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ അനിയും അനാമികയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയണം. അയ്യോ അച്ഛാ, അത് വേണ്ട. അത് ഞാൻ അനിയോട് ചെയ്യുന്ന തെറ്റായിരിക്കും. എന്റെ മോളെ, ഇത് അനി അറിയുന്നില്ലെങ്കിലോ? അതെങ്ങനെയച്ചാ? അനിയുടെ അമ്മയോടല്ലേ ഇതൊക്കെ പറയുന്നത്. അവരത് അനിയോട് പറയില്ലേ? ഇല്ല. എന്നാലും അച്ഛാ, ഒന്നുമില്ല, ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. നീ ഇത് പറയുമ്പോ തന്നെ ആ ജാനകി ഒന്ന് ഞെട്ടും. മൂന്നാമതൊരാളെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കില്ല. ആ പെണ്ണൊരു പ്രത്യേക പെൺകുട്ടിയാ. അടക്കോ ഒതുക്കോ ഒന്നുമില്ലാത്തൊരു പെണ്ണ്. കണ്ട വഴക്കിനും പ്രശ്നങ്ങൾക്കും പോകുന്ന ആൺവേഷം കെട്ടി നടക്കുന്ന ഒരു പെണ്ണ്. അതിന്റെ കൂട്ടത്തിൽ മോള് കുറച്ച് വിഷമിച്ചങ്ങ് പറയണം, മോക്ക് അനിയില്ലാതെ പറ്റില്ലെന്ന്. മോളും അനിയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നന്ദു ഇടയിൽ കയറി വന്നതെന്നും അവന്റെ സ്നേഹം തട്ടിപ്പറിച്ചതെന്നും മോള് കുറച്ച് സങ്കടത്തോടെ അവിടെ അങ്ങ് തട്ടിവിടുക. അച്ഛാ, ഇതൊക്കെ നടക്കോ? നടക്കും. അവന്റെ മനസ്സിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിലേ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഇതേ പറ്റൂ. മോളൊരു കാര്യം ചെയ്യ്, ഇനി ഒട്ടും വൈകിക്കണ്ട. ജാനകിയെ വിളിച്ച് ഒന്ന് കാണണമെന്ന് പറ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം കുറച്ച് വിഷമിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. ഈ ജാനകി ഒരു പാവമാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് അവരുടെ മനസ്സിന് കീഴടക്കാൻ ഇപ്പൊ ഇതേ ഒരു മാർഗമുള്ളൂ. ശരിയച്ചാ, എന്തായാലും ഞാൻ സംസാരിച്ചു നോക്കാം. മോൾ ഇതിനു മുമ്പ് പറഞ്ഞില്ലായിരുന്നോ ഈ ജാനകിക്ക് നയനയെ വലിയ കാര്യമാണെന്ന്? അതേച്ചാ, എങ്കിൽ പിന്നെ അതും കൂടി പൊളിക്കാൻ പറ്റിയ ഒരു അവസരം ഇത്. അവൾ അനിയത്തിക്ക് കൂട്ടു നിൽക്കുന്ന പോലെയൊക്കെ സംസാരിച്ചോ. എന്തായാലും ചെറിയൊരു വെറുപ്പിന്റെ തുടക്കം അവളോടും തുടങ്ങാതിരിക്കില്ല. ശരിയച്ചാ, പറഞ്ഞതൊക്കെ ഞാൻ അതുപോലെ ചെയ്തോളാം. എങ്കിൽ പിന്നെ മോള് സമയം വഹിക്കണ്ട, ഇറങ്ങിക്കോ. ഇനി നടക്കാൻ പോകുന്നത് മുഴുവൻ ലിസ്റ്റുകളാണ് കേട്ടോ. അനാമിക ജാനകിയെ ചെന്ന് കാണുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജാനകിക്ക് നടക്കുന്ന പോലെയൊക്കെ സംഭവിക്കാണ് കേട്ടോ. അവരോട് ദേഷ്യം തോന്നുന്നു, നയനയോടൊക്കെ ദേഷ്യം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് നിന്ന് കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ഗൈസ്.